ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവേ, സാധാരണ ഡെയിലി ആയിട്ടുള്ള വ്ലോഗ് ചെയ്തിട്ടിരുന്നതാണ് കേട്ടോ. അതായത് കിച്ചൺ ബേസ്ഡ് ആയിട്ട് മോർണിംഗ് റുട്ടീൻ അല്ലെങ്കിൽ ഈവനിങ് റുട്ടീൻ, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയായിരുന്നു ഫുള്ള് നമ്മുടെ കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് കുറച്ച് കണ്ടൻറ്റ് എല്ലാം കിട്ടി, അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വീഡിയോ ഒക്കെ കിട്ടുന്നത് നമ്മളിവിടെ ട്രിവാൻഡ്രം വരുമ്പോഴാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾ പറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് മഞ്ഞൾ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ. സാധാരണ അങ്ങനെ മറ്റ് പച്ചക്കറികളും വാഴയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നല്ലാതെ മഞ്ഞളൊന്നും ഇതുവരെ അങ്ങനെ കൃഷിയായിട്ടൊന്നും ചെയ്തിട്ടില്ലേ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെറുതെ ഒരു 5-6 കഷ്ണം അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പറിച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഉപയോഗിക്കാനൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ വർഷം അത് അത്രയും സംഭവം പപ്പ വെറുതെ ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഉണ്ടായി, ഇലയെല്ലാം ഇപ്പം നന്നായിട്ട് ഉണങ്ങിപ്പോയിട്ട് അങ്ങനെ നമ്മൾ വെറുതെ വെട്ടി നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആദ്യത്തെ മൂട് വെട്ടി നോക്കുമ്പോഴത്തേക്കും ഒന്നും ഇല്ലേ എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. കാരണം വളരെ കുറച്ചേ അതിൻ്റെ മൂട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ വെട്ടി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ മൂട്ടിലും ഇങ്ങനെ കുറേ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം തോന്നി. നമുക്ക് ഇത്രയും കിട്ടിയല്ലോ എന്ന്. മഞ്ഞളൊന്നും നടാൻ പറ്റിയ, അല്ലെങ്കിൽ ഇങ്ങനെ കിഴങ്ങുകളൊക്കെ നടാൻ പറ്റിയതായിട്ടുള്ള അത്രയ്ക്ക് നല്ല മണ്ണല്ല കേട്ടോ. ഒരു പശ പോലത്തെ മണ്ണായതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, എല്ലാം നല്ല ഇങ്ങനെ അതിനോട് മണ്ണെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ചേർന്നാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. മുന്നേക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെയും അല്ലായിരുന്നു കേട്ടോ. ശരിക്കും ഒരു തരിശു ഭൂമി, അല്ലെങ്കിൽ ഒരു പാറ കണക്കുള്ള അങ്ങനത്തെ ഒരു മണ്ണായിരുന്നു. പിന്നെ പപ്പ ഇതിങ്ങനെ ഇപ്പോൾ ഒരു 2-3 വർഷം കൊണ്ട് ഇങ്ങനെ കൃഷി ചെയ്താണ് ഇപ്പോൾ ഈ ലെവലിൽ എത്തിയിട്ടുള്ളത്. ചിലതിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ മോശമായും പോയിട്ടുണ്ട് കേട്ടോ, ചീഞ്ഞിട്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ എടുത്ത മഞ്ഞൾ പൊടിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കറിക്കെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇത്രയും കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ അത് വേവിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നത്. ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായത് വേവിച്ചിട്ട് പിന്നെ അത് അരിഞ്ഞിട്ട് ഉണക്കിയിട്ട് പൊടിക്കാമെന്നാണ് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം എടുത്തു വെച്ചിട്ട് എന്തോ വേവിച്ച് കഴിക്കാനുള്ള സംഭവമാണെന്നുള്ള രീതിയിലാണ് കേട്ടോ ആൾ നിൽക്കുന്നത്. നമുക്ക് കൊണ്ടുപോയി കുക്കറിലിടാം, വേവിച്ച് കഴിക്കാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആകെ ഒരു കുറച്ച് ഭാഗം കേട്ടോ, എല്ലാം കൂടെ കൂടിപ്പോയി ഒരു 10 മൂട് അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ അത് കിട്ടിയത് അത്രയും കുറച്ച് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പപ്പയെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഒരു മോഹം തോന്നി കേട്ടോ ഇതുകൊണ്ട് വെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പപ്പയെ സഹായിക്കാൻ പോയിട്ട് കുറച്ച് വെട്ടിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ മതിയായി. ഇത് എങ്ങനെ ഇത്രയും വെയിറ്റ് എടുക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ. കാരണം അത്രയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ആരോഗ്യം വേണം അതെടുത്ത് വെട്ടാൻ വേണ്ടി. പിന്നെ അത് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഉപകാരത്തിനേക്കാളും ഉപദ്രവം പോലെ അതിൻ്റെ ആപ്പെല്ലാം ഇളകിപ്പോയി കേട്ടോ. പിന്നെ പപ്പയ്ക്കത് പണിയാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പപ്പ ആപ്പെല്ലാം എടുത്ത് അതൊക്കെ ശരിയാക്കി. ഇപ്പം കണ്ടില്ലേ, അപ്പം നമ്മൾ കൊണ്ടുവന്ന കവറിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഇന്ന് മഞ്ഞളിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട് നേരെ കപ്പ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് കപ്പ ഇങ്ങനെ എല്ലാം കുറേശ്ശെ കേട്ടോ. കുറച്ച് വാഴ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കപ്പ, പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ ചേനയൊന്നും അധികം ഇല്ല കേട്ടോ. 2-3 മൂടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ പപ്പ വെട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ ദിവസം. എലിയുടെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ കപ്പയൊന്നും അങ്ങനെ അത്ര നല്ലതായിട്ട് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നേ. കുറേ ഭാഗമൊക്കെ നമ്മൾ ഓരോ മൂടിങ്ങനെ പിഴുതെടുക്കുമ്പോഴത്തേക്കും അതിൽ തന്നെ പകുതിയും എലിയെല്ലാം തിന്ന് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ കപ്പയൊക്കെ പിഴുതെടുക്കാൻ കുറച്ച് നല്ല പണിയുണ്ട് കേട്ടോ. ബാക്കി കപ്പയൊക്കെ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നേ. ആകെ പിന്നീട് ഒരു 4-5 മൂടിങ്ങനെ ഇട്ടിരുന്നതാണ് കേട്ടോ. പിന്നീട് ആവശ്യത്തിന് നമുക്ക് ഇടയ്ക്ക് കറി വയ്ക്കാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കൃഷിപ്പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അവിടെ പോയപ്പോൾ കുറേ നമ്മൾ ചക്കക്കുരുവൊക്കെ വാരിയിട്ട് അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് കുഞ്ഞമ്മ അതൊക്കെ വേവിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ആയിരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞമ്മ മനസ്സിൽ വെച്ചിട്ട് ഇപ്രാവശ്യം വേവിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ്. ഇവിടെ ആകുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ.
അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.